ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായി തുടരുന്നുവെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ. വായു നിലവാര സൂചിക വളരെ മോശം വിഭാഗത്തിൽ വിടുന്നു. ഉത്തരേന്ത്യയിൽ പുകമഞ്ഞും രൂക്ഷമാണ്. വിനിത വിജി ഡൽഹിയിൽ നിന്ന്. തീർച്ചയായും എസ്കേൽ അങ്ങനെ തന്നെയാണ്. ഇന്നും വായു ഗുണനിലവാരം അത് ഏറ്റവും രൂക്ഷമായ നിരക്കിൽ തന്നെയാണ് ഇന്നും വായു ഗുണനിലവാര സൂചികയുള്ളത്. നഗരമേഖലകളിലടക്കം ഇന്ന് ഏക്യുറേറ്റ് സൂചിപ്പിച്ചിരിക്കുന്നത് 366 പക്ഷേ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അടക്കം NCR മേഖലകളിലൊക്കെ 600-ന് മുകളിലേക്കൊക്കെ പോയ ഒരു ഘട്ടമുണ്ട്. ഇന്ന് പല മേഖലകളിലും 366-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വായു ഗുണനിലവാരം പരിശോധിക്കാനുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങളുണ്ട്. അത് ഏതാണ്ട് 40 എണ്ണമാണുള്ളത്. അതിൽ പകുതിയിലേറെയും വായു ഗുണനിലവാരം മോശം നിലയിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുലർച്ചെ മുതൽ തന്നെ എനിക്ക് പിന്നിൽ കാണാൻ കഴിയുന്ന പോലെ പുലർച്ചെ മുതൽ തന്നെ അതിശക്തമായിട്ടുള്ള മൂടൽമഞ്ഞ് പല ഭാഗങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഇന്നും ഈ ശക്തമായിട്ടുള്ള മൂടൽമഞ്ഞ് ഈ വ്യോമ ട്രെയിൻ ഗതാഗതങ്ങളെയൊക്കെ തന്നെ ബാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊരു റിപ്പോർട്ട് കൂടി ലഭ്യമായിരിക്കുന്നുണ്ട്. ഡൽഹി വിമാനത്താവളം ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഈ യാത്രക്കാർ അവരുടെ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം. ഈ ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ വിമാനത്താവളങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് പരിശോധിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇന്നും വ്യോമ ട്രെയിൻ ഗതാഗതങ്ങളെയൊക്കെ തന്നെ ഈ ശക്തമായിട്ടുള്ള മൂടൽമഞ്ഞ് ബാധിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്.